ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യക്കകത്ത് ഒരു ടൂർ മോഡ് പോവാണ് ഗൈസ്. അപ്പം അതിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ടുള്ള വീഡിയോ ആണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ഇതിൻ്റെ ടൂർ മോഡിൻ്റെ ബാക്കിയാണ് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ മുഖം കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും വ്യൂ ശരിക്കും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുഖം ഞാൻ ശരിക്കും കാണിക്കാത്തത്. അന്നേരം ഗൈസ് നമുക്ക് നമ്മുടെ ആൾക്കാരെ ഓടിച്ചെന്ന് കൂട്ടിയിട്ട് വരാം. നമ്മുടെ എക്സ്പ്ലോഡാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ മറന്നുപോയി വണ്ടിയുടെ പേരൊക്കെ അറിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ രജിസ്ട്രേഷനൊക്കെയാണ് രാജവംശമാണ് ഗൈസ്. ട്രഡീഷണൽ നെയിം ഞാൻ ആദ്യമേ കൊമ്പനായിരുന്നു ആക്കിയത്, ദാവൂദായിരുന്നു. പിന്നെ ആ ദാവൂദിനെ കാണാൻ ഒരു രസമില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഇറക്കി. ഇതിനു മുമ്പ് ജയഗുരിയായിരുന്നു. നമുക്കെന്നാൽ നൈസായിട്ട് പറപ്പിച്ചു വിടാം. ഈ ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അത്രയ്ക്ക് നല്ലൊരു ഗെയിമാണ്. അതിൻ്റെ ഗ്രാഫിക്സൊക്കെ തന്നെ നല്ല രസമാണ്. കളിക്കാനും ശരിക്കും ഒരു ഒറിജിനൽ വണ്ടി എങ്ങനെ ഓടിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് തോന്നും. ഈ വണ്ടിയുടെ സെറ്റിങ്സ് അതുപോലത്തെ ഗ്രാഫിക്സ് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തുള്ളൂ ഗൈസ്. ഇനി ഞാൻ ഈ വണ്ടി എങ്ങനെയാണ് കയറ്റിയതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇന്ന് പാർട്ട് 2 ഇടാൻ പറ്റുമോ അങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ നേരെ ആൾക്കാരെ കിട്ടാൻ വേണ്ടി ടൂർ മോഡ് ആവശ്യപ്പെടുന്നു. ഞാൻ ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെ പറയുള്ളൂ ഗൈസ്. അത്രയ്ക്ക് നല്ല ഗെയിമാണ്. നിങ്ങൾ എന്തായാലും നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. വണ്ടി പെട്രോൾ 66 ലിറ്റർ ഉണ്ട്. ഓക്കെ, നൈസായിട്ട് വളച്ചെടുത്തത്. ഇപ്പോൾ കൊയിനിയ കർണാഹ എന്ന് പറയും. ഹലോ, ഇതെന്നാ ലാഗ്? ഇത് ഫുൾ ലിറ്റർ അടിക്കാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല ഗൈസ്. എനിക്ക് പാസഞ്ചേഴ്സ് കാണുമ്പോൾ അറിയാം ഒരു 0 ഉണ്ട് ഗൈസ്. ടൈമർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് കാണാം. 6:24 എഴുതി കാണിക്കണം. ആ FPS തൊട്ട് പോയല്ലേ. പാച്ചി സത്താനിക്കളൊക്കെ പറയുന്നത് ചൈനീസ് സംഭവം ഗൈസ്. എന്തായാലും കിടക്കും ഗെയിമാണ്. നൈസായിട്ട് നമുക്ക് എടുത്തോണ്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങളെന്നെ പറയാം. ഞാൻ ഈ വീഡിയോ അതായത് ഞാൻ ഇതിനകത്ത് കൊമ്പൻ എങ്ങനെ കയറ്റുന്നത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയാം. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ആരില്ല കമൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ 2-3 വീഡിയോയ്ക്ക് അടിയിലൊക്കെ കമൻറ്റ് ചെയ്തേക്കുന്നതാണ്. ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് പറ്റുന്നതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ഇത്രയും നാളായിട്ട് ഇത് തുടങ്ങിയിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പേര് ദേവനന്ദൻ കേട്ടോ, ദേവനന്ദൻ ഡി. എൻ്റെ വീട്ടിൽ വിളിക്കുന്നവർ അച്ചൂസ്. നിങ്ങളെല്ലാവരും എന്നെ അച്ചൂസ് എന്ന് വിളിച്ചാൽ എൻ്റെ വീഡിയോയുടെ എൻ്റെ ചാനലിൻ്റെ നെയിം അച്ചൂസ് ആൻഡ് അപ്പൂസ് വ്ലോഗ്സ്. ചിലപ്പോൾ നിങ്ങളെല്ലാവരും അച്ചൂസ് എന്ന് വിളിച്ചാൽ മതി.
കുഴപ്പമില്ല. ഇരിക്കും ഇത്ര നേരം പൊന്നു പോലെ കൊണ്ട് നടന്നു. നമ്മളെ ഇതാ സ്പീഡ് ഇതിലേക്കൂടെ കയറാം. ഞാൻ 5ലാണ് പഠിക്കുന്നത്. ഞാൻ ഇപ്പം 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? അതോ നിങ്ങൾ ചേട്ടനാണോ ചേച്ചി, അതായത് ഈ മൂത്തവരാണോന്ന് അറിയത്തില്ല. എന്തായാലും സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് സ്കിപ്പടിക്കില്ല. നമുക്കെന്തായാലും വളർത്തി തിരിച്ചു. പിന്നെ നിങ്ങൾക്ക് മറ്റേ ഈ അതായത് നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് ഇതിനകത്ത് എങ്ങനെ കയറ്റുന്നത് ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുന്നത്, അറിയാവുന്നവരൊക്കെ. അത് എനിക്കൊരു ആഗ്രഹമുണ്ട് മാപ്പിൻ്റെ കേസ് കേട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വളവും തിരിവുള്ള കൂട്ട് മാപ്പൊക്കെ. അത് കൂട്ടുമല്ലോ മാപ്പ് ഉണ്ടെങ്കിൽ അയച്ച് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ശരിക്കും ഇതിനകത്ത് നമ്മുടെ കൊമ്പൻ്റെ അത് നിങ്ങൾ കണ്ടിട്ടില്ല, KSRTC നമ്മുടെ ഇവിടെ വരുന്നത് അതേ ഷേപ്പ്, ഈ വണ്ടിയുടെ ഷേപ്പല്ല. അത് ഞാൻ നോക്കി. ബാക്കിയെല്ലാം ശരിയായിരുന്നു, പക്ഷേ എന്തോ എററ് കാണിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത്. അത് ഈ പാർട്ടി ഞാൻ കാണിക്കുന്നില്ല, ഇത് ഫുള്ള് ഡ്രൈവിംഗ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വേറെ പാട്ട് ഇടണമെന്ന് നിങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ. ഇനി നമ്മൾ നേരെ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടായിരിക്കും കിടക്കാൻ പോകുന്നത്. എൻ്റെ ചെറിയ നിഗമന കേട്ടോ, എന്നെങ്ങനെയാണെന്ന് ഒരു വീഡിയോ ഇല്ല. അതായിരിക്കും ഗൈസ്, അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. ഇനി ഒറ്റ മാപ്പങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മലാങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല സെറ്റ് സംഭവം, 3 കൂട്ടൊക്കെ ആയിരിക്കും. ഞാൻ ഇനി അടുത്ത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കിരിക്കൂട്ട് വഴിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്. നേരെ വിട്ടടിക്കാം. ഇത് ഞാൻ ഇതിലേക്കൂടെ ഒന്ന് വന്നതാണ്. ഇതിലേ പോയാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് നിർത്തുന്നത്. ഇത് 1 വേ ആണ്. നമുക്ക് തിരിച്ച് ഇത് 1 വേ ആണ്. എവിടെ മറ്റേ ടൊയോട്ടയുടെ ഏത് വണ്ടിയായിരുന്നു? ക്രിസ്റ്റ, ഇന്നോവ ക്രിസ്റ്റയല്ലേ അറിയുന്നത്. ഇതിനകത്ത് പുതിയ വണ്ടികൾ കുറേ. വോൾക്സ്വാഗൻ്റെ മറ്റേ ആ പുതിയ മോഡലില്ലേ, ഒരു കുഞ്ഞു വണ്ടി, ഇലക്ട്രിക് വണ്ടി. ആ വണ്ടിയൊക്കെ ഇതിനകത്തുണ്ട്. അത് ഭയങ്കര ഇതാണ്. ഞാൻ പോകുന്ന എനിക്ക് കാണിച്ചു തരാം. ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. കാണുവാണെങ്കിൽ നമ്മുടെ പകുതി നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ചെറുതായിട്ടൊക്കെ ഇടുന്നുള്ള വേറെ ഇതൊന്നുമില്ല. ഇത് എന്തായാലും ഇന്നോവ ക്രിസ്റ്റ വേറെ കളറൊന്നുമില്ലേ, ഒറ്റ കളറുള്ളേ ഉള്ളൂ. ഏതാണ്ട് യൂണിഫോം ടൈപ്പാണ്. വണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല. മിക്കവാറും ഹൈവേ കൂടെ ഞാൻ പോകുന്നു. കേട്ടോ നമുക്ക് സ്റ്റാൻഡാണ്. എറണാകുളം എല്ലാവരും ചാടിയാണെങ്കിൽ എറണാകുളം. മൂന്നാർ ഞാൻ മൂന്നാർ പോയിട്ടില്ല കേട്ടോ. ഇതുവരെ ഇവിടെ പാർക്ക് ചെയ്യാം. വേണ്ട, സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നു. ഇത്ര നേരമായിട്ട് കണ്ടോ ഞാൻ എവിടെയെങ്കിലും മുന്നേ കണ്ടോ? നിങ്ങൾ
ബസ്സിൻ്റെ ഹാർട്ടൊന്ന് നിങ്ങൾ നോക്കി, 100 ഞാൻ എൻ്റെ എക്സ്പേർട്ട് ഡ്രൈവറാണ് കേട്ടോ. സോറി കയറി വലിച്ച് കയറി. നീ നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തിരിക്കും, വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. നീ ഫുള്ള് വർക്ക് ചെയ്തിരിക്കും. രാജവംശത്തിൻ്റെ എൻ്റെ മടിയിൽ വളർന്നതാണെങ്കിൽ ഞങ്ങൾ അത് കൂട്ടോടിയായി ഓടി. ഈ വൈകുന്ന ഒരു വണ്ടിക്കുണ്ട് പോലും കാണുന്നില്ല അതുപോലെയാണ്. ദൈവമേ അതൊക്കെ ഒറ്റ ചവിട്ടി വെക്കുക. സ്ലിപ്പടിക്കുക. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഞാനിവിടെ ഒക്കെ പിന്നെ നേരത്തെ അത് കണ്ടതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനെക്കൊണ്ട് സ്റ്റെപ്പ് പോകാതെ ഉണ്ട്, പക്ഷെ നമുക്ക് എല്ലാവർക്കും കയറത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താണ് തിരിച്ചാലും പോവാം മിസ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. ഇവിടെ ആൾക്കാരെല്ലാം കണ്ടിട്ട് കയറി വരുന്നുണ്ട്. സ്കിപ്പ് അടിക്കട്ടെ, ഞാൻ നോക്കി സംഭവം വണ്ടി കറക്കി നേരെ ഇങ്ങനെ ഓടിക്കുക. മതി. ഈ സൈഡ് സ്റ്റിക്കർ വർക്ക് കാണും, കണ്ണാടികളൊന്നും നോക്കത്തില്ല. ബെസ്റ്റ് നമുക്ക് എല്ലാ കൊണ്ടും കയറ്റി അടിയായി. സോറി ഗൈസ്. ക്ഷമിച്ച് കുടുങ്ങി നേരെ റിയാസ് എടുക്കാം. രാജവംശം തൊട്ടടിച്ച് നല്ല കയറ്റാണല്ലേ. ഈ വഴി കൂടെ എനിക്ക് വണ്ടി വരികയില്ല, കാരണം ഞാൻ ഇതിലേ കൂടെ ഒരു തവണ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കാല് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറപ്പിച്ചത് പോയാൽ മതി. ഇനി നിങ്ങൾ എൻ്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം. പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്താക്കണം കേട്ടോ. നമ്മുടെ വോസ്മാൻ്റെ വണ്ടി കണ്ടില്ലേ? ഞാൻ ഇല്ലക്കൂടെ പോകാതെ നമ്മൾ അതിനൊക്കെ പോയില്ല. എന്നിട്ട് നമ്മൾ പഴയ സ്ഥലത്തോട്ട് തന്നെ എത്തും. യെസ് 14 മിനിറ്റായി.
മാത്രമില്ല, നമ്മുടെ നൂബ് മാസ്റ്റർ കളിക്കുകയല്ലേ നമ്മുടെ പാൽവേഡ്. അത് കൂട്ടൊരു ഗെയിമാണ്, വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്കറിയാമെങ്കിൽ നൂബ് മാസ്റ്റർ നമ്മുടെ നൂബുണ്ടാക്കി നിങ്ങൾ പിന്നെ നൂബ് മാസ്റ്ററിൻ്റെ കാണാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് അടി. ഫുള്ള് കമൻ്റാണ് ഗൈസ്, കമൻ്റ് അടിച്ചോ, അടിക്ക് പൊട്ടിക്ക് ഗൈസ്. സബ്സ്ക്രൈബും ചെയ്തേക്കണം, പിന്നെ എന്നാ ലൈക്കും ചെയ്തേക്കണം, മറക്കില്ലേ. പിന്നെ ഷെയറും കൂടെ, അത്ര മാത്രം മതി, എനിക്ക് സന്തോഷമാവും. പിന്നെ ഓണപ്പരീക്ഷയാണ് വലുത്, എനിക്ക് 4-ാം തീയതി പരീക്ഷയാണ്. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിക്കൂ എന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ഇന്ന് ഓർക്കുന്നതാണ്. ഇവന് കമൻറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്, മാക്സിമം കമൻറ്റ് ചെയ്തേ ഗൈസ്. എനിക്ക് ആരും കമൻറ്റ് ചെയ്യാൻ വരുന്നു. പിന്നെ വലിയ ഗെയിമിംഗ് സെറ്റപ്പൊന്നും അല്ല, ഞാൻ ഗെയിമിൻ്റെ വീഡിയോ മാത്രമല്ല ഇടുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ 42 സബ്സ്ക്രൈബർ നിങ്ങൾ ഓർക്കുന്നതാണ്. എന്നാലും നിനക്ക് അത്രയൊക്കെ ഇല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് പോരാ ഗൈസ്, എനിക്ക് ഇനിയും വേണം. ഇന്ന് തിരിച്ച് നമ്മുടെ ധാരാവിലോട്ട് എത്തിയിട്ടുണ്ട്. കൊമ്പന്നല്ലല്ലോ ഇത്, രാജവംശത്തിൻ്റെ എവിടെയായിരുന്നു ഞാൻ പ്രത്യേകിച്ച്. ഞാൻ ഈ എക്സ്പ്ലോഡിൻ്റെ അത് കാണാറൊന്നുമില്ല. അയ്യോ നോ താങ്ക്സ്, എനിക്ക് പൈസ ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ കുറച്ച് ദിവസം ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടാവും. മൈക്കിന് ചെറിയ പ്രശ്നം കാണും, ഈ ആപ്പിൻ്റെ സൗണ്ടും എൻ്റെ സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയതായിരിക്കും. ഇങ്ങനെ അറിയത്തില്ല, വീഡിയോ ആയിട്ട് എടുത്ത് നോക്കും ഗൈസ്. മാക്സിമം എടുത്താൽ 20 മിനിറ്റ് തയങ്ങൊന്നും ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. 99 മിനിറ്റ് എന്തായാലും ചെയ്യാൻ പറ്റും, എനിക്കത് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുമ്പോൾ അറിയാം. വേണ്ട ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ലോണായ ചിലവർ ലോഡായി വരണം, താമസമുണ്ട് ഒക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് അറിയത്തില്ല, കളിച്ച് നോക്കുക. നമ്മുടെ രാജവംശം ഇവിടെ ഉണ്ട്. ഇതെന്താ സ്റ്റക്കായോ കേട്ടോ, നമ്മളതിൽ 1 ലക്ഷത്തി ഊട്ടി. അയ്യോ ഇതെന്നാ സംഭവിച്ചേ? എന്തോ ഒന്ന് പറ്റി, അത് മാത്രം എനിക്കറിയാം. നമ്മുടെ 1 ലക്ഷം രൂപ. ഞാൻ എന്തായാലും പുതിയ വണ്ടി എടുക്കണോ നോക്കട്ടെ, പുതിയ വണ്ടിക്ക് എത്ര രൂപയാണ്. മിക്കവാറും 3 ലക്ഷം രൂപ എടുത്തോ നോക്കട്ടെ. അതേ വേണ്ട, നമുക്ക് ഇച്ചിരി ലൈറ്റ് വർക്കൊക്കെ ചെയ്യാം, നോക്കാം. പ്രിപ്പയറും ബസ്സാണ്, അപ്പം പിന്നെ കുഴപ്പമില്ല. യെസ്, നമ്മുടെ എൻ്റെ ഇതിൻ്റെ പേര് അച്ചൂസ് പ്രോ എന്നാണ് കേട്ടോ അക്കൗണ്ടിൻ്റെ പേര്. നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോയാലേ, ഷോപ്പിൽ പോയിട്ട് ബസ് നോക്കാം. ഇതല്ലേ ബൈ ചെയ്തതല്ലേ ഇത്? യെസ് 3 ലക്ഷം രൂപ. അതിനേക്കാളും ഇത് തന്നെ എടുക്കും. ഞാൻ വേറെ ഒരു ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഇത് ചെയ്യാം, ലൈറ്റിങ് തന്നെ. ഫയൽ മാനേജർ ഇതന്നെ സംഭവം.
ഹോണ്. ഓ, ഹോണൊന്നും നമുക്കിപ്പോൾ സെറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നേരെ വണ്ടി ടയർ മാറിയാണ്. നല്ല അലോയ് നല്ലതൊന്നുമില്ല. അലോയ് വീട്ടിൽ നല്ലതൊന്നുമില്ല. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ടുണ്ടായി നടക്കാം. ഇവിടെ താഴെ എൻ്റെ ആവശ്യം ഏറ്റവും കൂടുതൽ ഇതൊക്കെ ആവശ്യമുണ്ടോ വയസ്സ്? ഇരിക്കട്ടെ അല്ലേ, ഇരിക്കട്ടെ വയസ്സ്, കുഴപ്പമില്ല. അയ്യോ 93. എന്നാൽ വേണ്ട വയസ്സ്, നമുക്ക് പിന്നെ ചെയ്യാം. അതായിരിക്കും നല്ലത്. നമുക്ക് പുതിയ ടൂർ മോഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മൾ പോലെ ഫാമിലി ഗാദറിങ് ടു അങ്ങോട്ടാണ് ടു ഗരുഡ വിഷ്ണു. ഇത് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ടു അങ്ങനെ നമുക്ക് ലോഡ് ചെയ്ത് വരണം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അതായത് അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത പാട്ടുമായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.